ഇന്ത്യ ബ്ലോക്ക് യോഗത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു. 3 മണിക്കൂർ ദൈർഘ്യമുള്ളൊരു യോഗമായിരുന്നു. ആ 3 മണിക്കൂർ ദൈർഘ്യമുള്ള ചർച്ച, അതിൻ്റെ 9 മിനിറ്റ് മാത്രമാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ 5% ചർച്ച മാത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. 95% ചർച്ചകൾ ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല. ആ 95% ചർച്ചകളോട് പ്രതികരിച്ചുകൊണ്ടായിരിക്കണം രാഹുൽ ഗാന്ധി തൻ്റെ അവസാനത്തെ സമാപന പരാമർശങ്ങൾ നടത്തിയത്. പക്ഷെ എന്താണെന്നറിയില്ല, ഈ സമാപന പരാമർശങ്ങളിൽ തന്നെ അന്തർലീനമായിട്ടുള്ള ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ആദ്യം പറയുന്നു, നമുക്കിടയിലുള്ള സംഘർഷം അവസാനിപ്പിക്കണം, നമുക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ മനോഭാവം മാറ്റണം, നമ്മൾ യോജിപ്പിലേക്ക് പോകണം എന്ന് അദ്ദേഹം പറയുന്നു. അവസാനം അദ്ദേഹം പറയുന്നു, കേരളത്തിൽ ഇടതുപക്ഷവുമായിട്ടുള്ള പോരാട്ടം തുടരും, എനിക്കങ്ങനെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ ആശ്ലേഷിക്കാൻ പറ്റുമോ, ആലിംഗനം ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞതായിട്ട് വരുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രതിപാദനത്തിലെ പ്രധാനപ്പെട്ടൊരു പോയിന്റ്, ഭരണകൂടത്തിൻ്റെ യാതൊരു പിൻബലവും ഇല്ലാത്തൊരു പാർട്ടി ഞങ്ങളുടെ പാർട്ടിയാണ്, അതായത് കോൺഗ്രസ് പാർട്ടിയാണ്. അപ്പം ഞങ്ങളുടെ പാർട്ടിയെ വ്യത്യസ്തമായി കാണണമെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ യോഗത്തിൽ പങ്കെടുത്ത ആളാണ്, ചർച്ചയിൽ പങ്കെടുത്ത ആളാണ്. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയെ ആരോ കബളിപ്പിച്ച പോലെയാണ് അദ്ദേഹത്തിൻ്റെ ഈ പരാമർശങ്ങൾ. ഉദാഹരണം പറഞ്ഞാൽ, പിണറായി വിജയനെ എനിക്ക് ആലിംഗനം ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം ആരെയൊക്കെയാണ് ആലിംഗനം ചെയ്തതെന്നുള്ള ഒരു ഓർമ്മ ജനങ്ങളുടെ മനസ്സിലേക്ക് വരും. അതിലേറ്റവും പ്രധാനപ്പെട്ട സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ആഘോഷിക്കപ്പെട്ട ഒരു ആലിംഗനം, ആശ്ലേഷം എന്ന് പറയുന്നത് ലോകസഭയ്ക്കുള്ളിൽ വെച്ച് നരേന്ദ്രമോദിയെ ആലിംഗനം ചെയ്തതാണ്. അദ്ദേഹം പറയുന്നു, RSSന് മുമ്പിൽ തോൽക്കുന്നതിനേക്കാൾ ഭേദം മരണമാണെന്ന് പറയുമ്പോൾ RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുന്തമനയായ വക്താവായ മോഡി എങ്ങനെ അദ്ദേഹത്തിന് ആലിംഗനം ചെയ്യാൻ പറ്റും? ഈ ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 9 മിനിറ്റ് ദൈർഘ്യമുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിപാദനം പുറത്തുവിടുമ്പോൾ ആ പ്രതിപാദനത്തിന് നിദാനമായിട്ടുള്ള ചർച്ചകൾ എന്താണെന്ന് കൂടി പുറത്തുവിടണം. അദ്ദേഹം യഥാർത്ഥത്തിൽ പ്രതികരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് പ്രതികരിക്കാൻ ഉതകുന്ന രീതിയിലുള്ള എന്ത് സംഭാഷണങ്ങളാണ് ആ വേദിയിൽ നടന്നത്? ഞാൻ സംസാരിച്ചപ്പോൾ 2-3 പോയിന്റുകൾക്ക് ഊന്നി. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിൽ കേരളത്തിൽ പോരടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഞങ്ങളെ എന്തും പറയുന്നതിന് ഞങ്ങൾക്ക് യാതൊരു വിഷമവുമില്ല, ഉള്ളതും ഇല്ലാത്തതൊക്കെ വേണമെങ്കിൽ അദ്ദേഹം പറഞ്ഞോട്ടെ, നേതാക്കന്മാർ പറഞ്ഞോട്ടെ. പക്ഷേ ഇന്ത്യ ബ്ലോക്കിൻ്റെ മുഖങ്ങളായി ഞങ്ങൾ കൂടി അംഗീകരിക്കുന്ന മല്ലികാർജ്ജുൻ ഖാർഗെയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും അവർ പ്രതിപക്ഷ നേതാക്കൾ കൂടിയാണ്. ഇരുസഭകളിലും അവർ പ്രതിപക്ഷ നേതാക്കളായി ഇരിക്കുന്നത് ഞങ്ങളുടെ കൂടി പിൻബലം കൊണ്ടാണ്. ഇടതുപക്ഷത്തിൻ്റെ 15 MP ഞങ്ങളുടെ പിൻബലമുണ്ട്. അപ്പോൾ അവർ കേരളത്തിൽ വന്നിട്ട് നട്ടാക്കുരുക്കാത്ത നുണ പറയുമ്പോൾ, അസംബന്ധം പറയുമ്പോൾ, അത് സ്വാഭാവികമായിട്ടും ഇന്ത്യ ബ്ലോക്കിൻ്റെ ഐക്യത്തെയും ഒരുമയെയും പ്രതികൂലമായി ബാധിക്കും. മാത്രമല്ല, അവർ പറയുന്ന കാര്യമെന്ന് പറയുന്നത് ഇന്ത്യ ബ്ലോക്കിൻ്റെ അടിത്തറയെ തന്നെ ശിഥിലമാക്കുന്നതാണ്. CPMന് BJPയുമായി എന്തെങ്കിലും തരത്തിൽ ഒരു സന്ധിയുണ്ട് അല്ലെങ്കിൽ ഒത്തുതീർപ്പുണ്ട് എന്ന് പറഞ്ഞാൽ എന്തിനാണ് നമ്മളെല്ലാവരും കൂടി ഇവിടെ ഇരിക്കുന്നത്? ഈ ഇന്ത്യ ബ്ലോക്കിന്റെ ഏകമാനമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് BJPയെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ BJPയെ പ്രതിരോധിക്കാനുള്ള ഒരു മുന്നണിയുടെ ഒരു ഘടകകക്ഷിക്ക് അല്ലെങ്കിൽ അതിൽ ഭാഗവാക്കായ ഒരു കക്ഷിക്ക് BJPയുമായിട്ട് നീക്കുപോക്കുണ്ടെന്ന് ഇതിൽ ഏറ്റവും സമ്മതിതരായി 2 നേതാക്കന്മാർ പറഞ്ഞാൽ പിന്നെ ഇന്ത്യ ബ്ലോക്കിന് പ്രസക്തി ഉണ്ടോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, സങ്കുചിതമായ പരിമിതമായിട്ടുള്ള രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി വിശാലമായിട്ടുള്ള ഇന്ത്യ ബ്ലോക്കിന്റെ ഉദ്ദേശശുദ്ധിയെ കളഞ്ഞു കുടിക്കാൻ പാടില്ല. പതിറ്റാണ്ടുകളായി ഇന്ത്യ ബ്ലോക്കിനോടൊപ്പം പ്രതിപക്ഷ നിരക്കൊപ്പം നിൽക്കുന്ന DMKയെ ആട്ടിപ്പായിക്കാൻ വേണ്ടി എന്താണ് കോൺഗ്രസ് ചെയ്തത്? 2 മന്ത്രിസ്ഥാനത്തിന്റെയും ഒരു രാജ്യസഭാ സീറ്റിന്റെ പുറകെ പോയ കോൺഗ്രസ് ലാർജർ പിക്ചർ, വിശാലമായ ചിത്രം കാണാതെ സങ്കുചിതമായ രാഷ്ട്രീയം കളിക്കുകയാണ്. ഇത് ഒരു കാരണവശാലും ഇന്ത്യ ബ്ലോക്കിന് ഗുണകരമല്ല, പ്രതിപക്ഷ നിരക്ക് ഒരു തരത്തിലും ഗുണം ചെയ്യുന്ന നടപടിയല്ല. മൂന്നാമത്തെ കാര്യം,
രാഹുൽ ഗാന്ധിയുടെയോ കോൺഗ്രസിന്റെയോ ഒരു സർട്ടിഫിക്കറ്റും BJPയെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ ഇടതുപക്ഷത്തിനും CPM-നും വേണ്ടതില്ല. 2004 63 MP-മാരുമായി വന്ന് ഒരു താലത്തിൽ ഞങ്ങൾ കോൺഗ്രസിന് പിന്തുണ നൽകിയത് BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയായിരുന്നു. ഒരു ഗ്യാസ് കണക്ഷൻ പോലും ഞങ്ങൾ വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് RSSനെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ ഇവിടെ ഇരിക്കുന്ന ഒരു പാർട്ടിയുടെയോ ഒരു നേതാവിന്റെയോ സർട്ടിഫിക്കറ്റ് CPM-ന് വേണ്ടതില്ല. ഇതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞത്, ഒരുപക്ഷെ അവർ പുറത്തുവിടാത്തതുകൊണ്ട് പറയുകയാണ്, ഇന്ത്യയിൽ BJPയെയും RSSനെയും പ്രതിരോധിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രത്യയശാസ്ത്രപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും അവരെ നേരിടാനുള്ള ആർജവം വേണം. ഇടയ്ക്കിടയ്ക്കുള്ള ഈ ഒത്തുകളികൾ ഒരു തരത്തിലും ഗുണകരമാവില്ല. ഇതേ വാക്കുകൾ തന്നെയാണ് ആ യോഗത്തിൽ പങ്കെടുത്ത സമാജ്വാദി പാർട്ടിയുടെ നേതാവ് അഖിലേഷ് യാദവിൽ നിന്നും തേജസ്വി യാദവിൽ നിന്നും അതുപോലെ തന്നെ NCPയുടെ നേതാവ് സുപ്രിയ സൂഡയിൽ നിന്നും മറ്റനേകം നേതാക്കളിൽ നിന്നും വന്നത്. ഡി രാജ CPIയുടെ നേതാവ് ഇടയ്ക്ക് അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇടതുപക്ഷത്വം ഇല്ലാതെ പോയി എന്നുള്ളൊരു ആരോപണം കേരളത്തിൽ വന്ന് ഉന്നയിച്ചത്? ഉടനെ രാഹുൽ ഗാന്ധി മറുപടിയായി പറഞ്ഞു, നിങ്ങളല്ലേ അദാനിയെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ വസ്തുതകളൊക്കെ തെറ്റാണ്, ഫാക്ട്സ് ആർ റോങ്. അദാനിയെ കേരളത്തിലേക്ക് ആനയിച്ചത് UDF സർക്കാരാണ്. അദ്ദേഹം നിശബ്ദനായി. അപ്പോൾ കേവലം 5 മിനിറ്റ് മാത്രം ഇന്ത്യ ബ്ലോക്കിന്റെ നടപടിക്രമങ്ങൾ പുറത്തുവിട്ട് 95% പുറത്തുവിടാതിരിക്കുന്നത് ഗുണകരമല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. സ്വാഭാവികമായിട്ടും ഈ 5% പുറത്തുവിട്ട സ്ഥിതിക്ക് ബാക്കിയുള്ളവരൊക്കെ എന്താണ് പറഞ്ഞതും കൂടി അറിയാനുള്ള കൗതുകം താല്പര്യം ജനങ്ങൾക്കുണ്ടാവും. അപ്പോൾ തേജസ്വി യാദവ് എന്താണ് പറഞ്ഞത്, അഖിലേഷ് യാദവ് എന്താണ് പറഞ്ഞത്, ജോൺ ബ്രിട്ടാസ് എന്താണ് പറഞ്ഞത്, മറ്റ് പാർട്ടികൾ എന്താണ് പറഞ്ഞത്, അതൊക്കെ വരട്ടേന്ന്. ഇപ്പൊ DMK ഈ ഇന്ത്യ ബ്ലോക്കിൽ നിന്ന് ആട്ടിപ്പായിക്കാനുള്ള കാരണം എന്താണെന്നുള്ള കാര്യം ഈ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. 2 മന്ത്രിസ്ഥാനത്തിന്റെ പിന്നാലെ കോൺഗ്രസ്സുകാർ പാഞ്ഞു നടന്നുകൊണ്ടല്ലേ അത് സംഭവിച്ചത്. അതുപോലെ തന്നെ നിതീഷ് കുമാർ ഇന്ത്യ ബ്ലോക്കിനോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഈ മൂന്നാമത്തെ ഒരു വരവ് മോഡിക്കുണ്ടാകുമായിരുന്നോ എന്ന് തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ചോദിച്ചു. തേജസ്വി യാദവാണ് യഥാർത്ഥത്തിൽ നിതീഷ് കുമാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളിയായി ബീഹാർ പൊളിറ്റിക്സിലുള്ളത്. അദ്ദേഹം പോലും ചോദിച്ചു. അപ്പോൾ ഇതിനൊക്കെയുള്ള പ്രതികരണങ്ങൾ ഈ രൂപത്തിൽ വന്നു എന്നുള്ളത് സ്വാഭാവികമാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ പ്രതികരണത്തിലേക്ക് വഴിവെച്ച മറ്റ് പ്രതികരണങ്ങൾ കൂടി വരുന്നത് നന്നായിരിക്കും. ഇപ്പൊ ഇന്ത്യ ബ്ലോക്കിനെ ഞങ്ങൾ കാണുന്നത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കീഴിലുള്ള ഒരു ചേരിയായിട്ടല്ല. BJP RSSനെ പ്രതിരോധിക്കാനുള്ള ഒരു കമ്മിറ്റ്മെന്റുള്ള സമർപ്പിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയമുള്ള ഏവർക്കും ഒത്തുചേരാനുള്ള ഒരു വേദിയായിട്ടാണ്. അവിടെ ഞങ്ങൾ പ്രത്യേകിച്ച് ഇന്നയാളാണ് നേതാവ്, ഇന്നവരും ഞങ്ങളെ നയിക്കും എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അതിലെ പ്രധാനപ്പെട്ട പാർട്ടിയാണ് കോൺഗ്രസ്. പ്രധാനപ്പെട്ട പാർട്ടികൾക്ക് ഉത്തരവാദിത്വം വർദ്ധിക്കും. പ്രധാനപ്പെട്ട പാർട്ടിയുടെ നേതാക്കൾക്ക് സ്വാഭാവികമായിട്ടും ഉത്തരവാദിത്വം 10 മടങ്ങായി വർദ്ധിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, നിങ്ങൾ രണ്ടുപേരും പ്രതിപക്ഷ നേതാക്കന്മാരാണ്. നിങ്ങൾ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുമ്പോൾ കുറേയും കൂടി മര്യാദ പുലർത്തണമെന്നുള്ള ഒരു അഭിപ്രായം ഞങ്ങളെ പഠിപ്പിച്ചത്. ഇനി വാസ്തവമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇവർ വന്ന് പറയുന്നതിന് ഞങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ല. അവാസ്തവമായ കാര്യങ്ങൾ ചെറിയ പരിമിതമായ രാഷ്ട്രീയത്തിന് വേണ്ടി ഇവർ ഉപയോഗിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും എതിർക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഭരണകൂടത്തിന്റെ സഹായമില്ലാതെ ആണ് കോൺഗ്രസ് വന്നതെന്ന്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏതെങ്കിലും ഭരണകൂടത്തിന്റെ സഹായത്തോടെയാണ് വന്നത്? 105 വർഷമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ പ്രവർത്തിക്കുന്നു. 1920 രൂപീകൃതമായതാണ്. എത്ര അടിച്ചമർത്തലുകൾക്ക്, ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ അടിച്ചമർത്തലുകൾ വിധേയമായ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എന്തിനേറെ കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ കോൺഗ്രസ് എത്ര തവണ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷത്തെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിച്ചു. കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും കൂടി താരതമ്യം ചെയ്യുമ്പോൾ ഭരണകൂടത്തിന്റെ ഒരു ആനുകൂല്യം പറ്റാത്ത പ്രസ്ഥാനമാണ് ഇടതുപക്ഷം എന്നുള്ളത്. ആദ്യം പിരിച്ചുവിടപ്പെട്ട ഒരു സർക്കാർ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ EMS ഗവൺമെന്റാണ്. അങ്ങനെ ഏതെല്ലാം രൂപത്തിൽ ഭരണപരമായും നിയമപരമായും ഏതെല്ലാം രൂപത്തിൽ അടിച്ചമർത്തലിന് വിധേയമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷത്തിന്റെ.
ഇപ്പോൾ നിങ്ങൾ ആൻഡമാനിൽ പോയി കഴിഞ്ഞാൽ അവിടെ സെല്ലുലാർ ജയിലിന്റെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്ന ആൾക്കാരുടെ തടവുകാരുടെ പട്ടിക വായിച്ചാൽ അതിൽ ബഹുഭൂരിപക്ഷം പേര് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഭഗത് സിംഗ് എന്തായിരുന്നു മുദ്രാവാക്യം വിളിച്ചതെന്നുള്ള കാര്യം ഇവർക്കറിയാം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടി എന്തോ വ്യത്യസ്തമാണ്, കോൺഗ്രസ് മാത്രമാണ് ഭരണകൂടത്തിൽ നിന്ന് യാതൊരു ആനുകൂല്യം പറ്റാത്തത് എന്നുള്ളൊരു പ്രതീതി അദ്ദേഹം സൃഷ്ടിച്ചതും ചരിത്രത്തോടുള്ള നിഷേധമാണ്. അദ്ദേഹത്തിന്റെ പാർട്ടിയെ അപേക്ഷിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനവും മറ്റ് സോഷ്യൽ പ്രസ്ഥാനവും ഒക്കെ എത്രത്തോളം ത്യാഗങ്ങൾ അനുഷ്ഠിച്ച രാഷ്ട്രീയ മൂവ്മെന്റ്സ് ആയിരുന്നുള്ള കാര്യം അദ്ദേഹത്തിന് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം. പരീക്ഷ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് യുവാക്കളുടെ വിഷാദ മുന്നേറ്റങ്ങളും കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പ്രധാനപ്പെട്ട മുന്നിൽ രണ്ട് കക്ഷികൾ ഇങ്ങനെ തമ്മിലടിക്കുന്നത് ദേശീയ തലത്തിൽ ഐക്യത്തിന് എങ്ങനെ ബാധിക്കില്ലേ? അത് ശരിയാണ്. ആ ഇന്ത്യ മുന്നണി യോഗത്തിൽ ഞങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്? അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞ് യോജിക്കാവുന്ന മേഖലയിൽ യോജിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഞങ്ങളുടെ അഭിപ്രായങ്ങൾ അവിടെ രേഖപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോയാൽ മാത്രമേ ഈ ഇന്ത്യ ബ്ലോക്കിന് ഒരു ദിശാബോധം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ കാര്യങ്ങളെല്ലാം അവിടെ കൃത്യമായി അറിയിച്ചത്. സ്വാഭാവികമായിട്ടും അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും രേഖപ്പെടുത്തുന്നത് ഒരു ചേരിയെ ദുർബലപ്പെടുത്തുന്ന അഭിപ്രായക്കാരനല്ല ഞാൻ. അത് പറഞ്ഞു തന്നെ പോകണം എന്നുള്ളതാണ്. പക്ഷേ ഈ അഭിപ്രായങ്ങളെ എങ്ങനെയാണ് മറ്റ് രാഷ്ട്രീയ കക്ഷികൾ കാണുന്നതെന്നുള്ളതാണ് പ്രധാനം. ഇപ്പം നിങ്ങൾ ചോദിച്ച വളരെ പ്രസക്തമായ ചോദ്യമാണ്. യഥാർത്ഥത്തിൽ ഞാൻ ആ യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയം, യഥാർത്ഥ രാഷ്ട്രീയം, ഗ്രൗണ്ടിലുള്ള താഴെത്തട്ടിലുള്ള രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറയുന്നത് BJP ഏതെങ്കിലും ഹീനമാർഗങ്ങളിലൂടെ സീറ്റുകൾ കരസ്ഥമാക്കുക, ഭരണം കരസ്ഥമാക്കുക, മാത്രമല്ല ഭരണം കരസ്ഥമാക്കിയാൽ മാത്രം പോരാ, പ്രതിപക്ഷം കൂടി ഞങ്ങൾക്ക് വേണമെന്നുള്ള വാശിയിലാണ് ഇപ്പോൾ BJP. അതേസമയം താഴെത്തട്ടിൽ മോഡി സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ അതിശക്തമായ ജനരോക്ഷമുണ്ട്, പ്രതിഷേധമുണ്ട്. ആ ജനരോഷവും പ്രതിഷേധവും അസംതൃപ്തിയും ഒക്കെ സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ ധാരയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇന്ത്യ ബ്ലോക്ക് കൃത്യമായ ധാരണയോടെ പ്രവർത്തിക്കണമെന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നത്. സന്തോഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണല്ലോ തമിഴ്നാട്ടില് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് DMK-യുമായിട്ട് ശക്തമായ വിലപേശൽ നടത്തിയിട്ട് ഒരു രാജ്യസഭാ സീറ്റ് കരസ്ഥമാക്കി പോക്കറ്റിലിട്ടു. 3 നിയമസഭാ സീറ്റുകളും കൂടി പോക്കറ്റിലിട്ടു. തെരഞ്ഞെടുപ്പ് നടന്ന് TVക്ക് വിജയയുടെ പാർട്ടി ജയിച്ചു എന്ന് കണ്ടപ്പോൾ ഒന്ന് കണ്ണ് ചിമ്മാൻ പോലും സമയമെടുക്കാതെ അപ്പുറത്തേക്ക് കൂറുമാറിയത് ആരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്? ഇതൊക്കെ ആരെ വിശ്വസിക്കുന്നത്? അത് കോൺഗ്രസ് ഇനിയെങ്കിലും വളരണമെന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും, ഇത് ജോൺ ബ്രിട്ടാസ് മാത്രമല്ലല്ലോ അവിടെ പറഞ്ഞത്, കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സഖ്യകക്ഷികളുടെ നേതാക്കളെല്ലാം അടിവരയിട്ട് പറഞ്ഞില്ലേ, വിശാലമായ ചിത്രം നിങ്ങൾ മിസ് ചെയ്യരുത്, 1-2 സ്ഥാനങ്ങളുടെ പുറകെ പോകരുത്. യഥാർത്ഥത്തിൽ അവിടെ RJDയുടെ നേതാവ് തേജസ്വി എന്താ പറഞ്ഞത്? കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിന് വേണ്ടത്ര ഇന്റഗ്രിറ്റി ഉണ്ടോ, ആത്മാർത്ഥതയുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ വഞ്ചിച്ച് BJP പക്ഷത്തേക്ക് പോയ MLA-മാർ അവിടെ ഉണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ ഒറ്റിക്കൊടുത്ത കോൺഗ്രസ്സുകാരുണ്ട്. അതുകൊണ്ട് ഈ കോൺഗ്രസ് ഈ രൂപത്തിൽ പോകാൻ പാടില്ല എന്ന് പറയുന്നത് ഇടതുപക്ഷ നേതാവല്ല, തേജസ്വി യാദവാണ്. ബീഹാറിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ സഖ്യകക്ഷി. സമാജ്വാദി പാർട്ടിയുടെ നേതാവ് അഖിലേഷ് യാദവ്. എന്താണ് ഉത്തർപ്രദേശിൽ നടക്കുന്നതെന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കോൺഗ്രസ് അതിൻ്റെതായ ആർജവത്തോടുകൂടി അത് സ്വീകരിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.